നമുക്ക് ജിമ്മിലായാലും വീട്ടിലായാലും വർക്കൗട്ട് സെഷന് മുൻപ് ഒരു വാമപ്പ് സെഷൻ നിർബന്ധമാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ജോയിന്റ്സിനും നമ്മൾ സ്ട്രെസ് കൊടുത്തിട്ട് നമ്മുടെ ബോഡീനെ വാമാക്കി എടുക്കുകയാണ്. നമ്മളൊരു വർക്കൗട്ടിന് വേണ്ടി സജ്ജമാക്കി എടുക്കുക. അതിന് വേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാമപ്പ് സെഷൻ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇവിടെ ഒരു കുറച്ച് സമയം കൊണ്ട് അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് ആരംഭിക്കാം. എങ്ങനെയാണ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ജസ്റ്റ് ആരംഭിക്കാം. നമുക്കിപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു രീതി നോക്കാം. ജസ്റ്റ് കാല് വൈകിട്ട് നിൽക്കുക. എന്നിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തൊടുക. മുട്ടുകാലം ജസ്റ്റ് ബെൻഡ് ചെയ്തിട്ട് അരയിൽ കൈ വെച്ചിട്ട് മുകളിലേക്ക് ബെൻഡ് ചെയ്യാം. ഒരുമിച്ച് ചെയ്യാം. 1 10 ചെയ്യാം. 2 3 4 ബെൻഡ് ചെയ്യുമ്പോൾ നേരെ നോക്കുക. 5 6 7 8 9 10. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതിന് ശേഷം നമ്മൾ റിലാക്സ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് അടുത്ത് ചെയ്യാം. സൈഡ് ബെൻഡ് ചെയ്ത് നോക്കാം. കൈ ഇങ്ങനെ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുക. നമ്മൾ മുകളിലേക്ക് എൽബോ സൈഡിലേക്ക് താത്തിക്കൊണ്ടുവരിക. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. 1. അതുപോലെ തന്നെ കൈ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഈ എൽബോ പതുക്കെ താത്തിക്കൊണ്ടുവരിക. 2 ബോഡി നേരെ നോക്കി നിൽക്കുക. 3 10 തന്നെ ചെയ്താൽ മതി. 4 5 6 പതുക്കെ ചെയ്താൽ മതി. 7 8 9 10 10 തന്നെ ചെയ്താൽ മതി. ഈ കാല് നേരെ നിൽക്കുക. ഷോൾഡർ ലെവല് നമ്മൾ അരയിൽ കൈ ഹോൾഡ് ചെയ്തിട്ട് ഹിപ്പ് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് 10 ചെയ്യാം. നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തോടെ ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് 4 5 6 7 8 9 and 10 നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തോട്ടെ. 1 2 3 4 5 ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് 6 7 8 9 10. വേണമെങ്കിൽ ഒരു 10 സെക്കൻഡ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കാം ആവശ്യമുള്ളവർക്ക്. ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതൊരു ചെറിയ ചെറിയ സംഭവങ്ങളാണ് വാമപ്പിൽ. നമുക്കൊന്ന് ആംസ് റൊട്ടേറ്റ് ചെയ്യാം. ഇൻസൈഡിലേക്ക് എടുക്കാം. നമ്മുടെ എൽബോ ആണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ 1 2 ഇൻസൈഡ് എൽബോ ആണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. 3 4 5 എൽബോ റൊട്ടേറ്റ് ചെയ്യണം നോക്കുക. 6 7 8 9 10. ദെൻ റിവേഴ്സ് എൽബോ ഉള്ളിൽ നിന്ന് പുറത്തേക്ക്. 1 2 3 4 5 6 7 8 9 10. ഈ ആംസ് റൊട്ടേഷനിൽ കുറെ സംഭവങ്ങൾ ചെയ്യാൻ നമുക്ക് കോമൺ ആയിട്ടുള്ള 1-2 ചെയ്താലും മതി. ഈ വേണമെങ്കിൽ നമുക്ക് ആംസ് ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ 1 എടുത്തോ. 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. നമുക്കൊരു ഫോർവേഡ് ബെൻഡ് നോക്കാം. ഫോർവേഡ് ബെൻഡ് കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഫുള്ള് നേർന്ന് നിൽക്കുക. ചെസ്റ്റ് താത്തി കൊണ്ടുവരിക. നേർന്ന് നിൽക്കുക. മുട്ടുകാലിൽ ഒരു ലിറ്റിൽ ബെൻഡ്. 3 ഒരുമിച്ച് ചെയ്താൽ 4 5 നേരെ നോക്കുക. 6 7 8 9 10. 10 ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാം സെഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കാല് ഇങ്ങനെ പിടിച്ചിട്ട് ബെൻഡ് ചെയ്യുക. ബാക്കിലേക്ക് ബോഡി ബാലൻസ് ചെയ്ത് നിൽക്കുക. അടുത്ത കാല് പിടിക്കുക. ഈ തൈസ് നേരെ സ്ട്രൈറ്റ് നിൽക്കാവുന്ന രീതിയിൽ ബാക്കിലേക്ക് വലിച്ച് ബട്ടക്സ് മുട്ടിക്കുക. കാൽപാദം വലിച്ചു മുട്ടിക്കുക. ബാലൻസ് ചെയ്ത് നിൽക്കുക. ജസ്റ്റ് വലിച്ചു മുട്ടിക്കുക. ഓക്കെ, ചെറിയൊരു സെറ്റപ്പ് ചെയ്യാം. സ്ക്വാട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം ചെയ്താൽ മതി. ഒരു 10 നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കാല് ഷോൾഡർ ലെവലിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇനി ഒരല്പം വഴി കൊടുത്തിട്ട് സിറ്റ് ചെയ്യുക. ബാക്കിലേക്ക് ഹിപ്പ് ബാക്കിലേക്ക് 1 എഴുതിട്ട് നിൽക്കുക. ഈസി ആയിട്ട് ചെയ്ത് 2 3 ബോഡി ഒരുപാട് മുന്നിലേക്ക് കുനിയരുത്. ചുമ്മാ ഇരുന്ന് മതി. 4 5 6 7 8 9
10. ഓക്കെ, വേണമെങ്കിൽ ഒരു 30 സെക്കൻഡ് റിലാക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുത്തത് കണ്ടിന്യൂ ചെയ്യാം. വാമപ്പ് ആണ്, കുഴപ്പമില്ല. ഓക്കെ, ദെൻ നമ്മൾ ഫോർവേഡ് ബെൻഡ് ചെയ്ത് നിൽക്കുക. ഇങ്ങനെ കൈ രണ്ട് താഴ്ത്തിയിട്ട് ഓപ്പോസിറ്റ് കൈ എൽബോ ബാക്കിലേക്ക് വലിച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. കമോൺ, മൂവ് ചെയ്യും. എൽബോ ബാക്കിലേക്ക് വരും. 1 2 3 4 5 6 7 8 9. സ്ട്രൈറ്റ് നോക്കിക്കുക. 10 more. 2 3 4 5 6 7 8 9 10. ദെൻ റിലാക്സ്. വേണമെങ്കിൽ ഒരു 30 സെക്കൻഡ് റിലാക്സ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് സ്ട്രെസ് കൊടുക്കുക, ഒന്ന് എൻഗേജ്ഡ് ആക്കുക, ഒന്ന് വാമാക്കുക എന്ന് മാത്രമാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് അടുത്ത മൂവ്മെൻറ്റ്സിലേക്ക് പോകാം. 1-2 സെഷൻ കൂടി കാണിക്കാം. നമുക്ക് ചെറിയൊരു ലെഗ് റൈസ് ചെയ്യാം. ഒരു കാല് ഫോർവേഡ് വയ്ക്കുക, അടുത്ത കാല് ബാക്കിലേക്ക് വയ്ക്കുക. ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് റൈസ് ചെയ്ത് പിടിക്കുക. ബാക്കിൽ ഇരുന്ന കാല് കിട്ടാവുന്നിടത്തോളം റൈസ് ചെയ്യുക. 1, ബാക്കിൽ തന്നെ കൊണ്ടു വയ്ക്കുക. 2, ഒരു വിഷയം. 3 4 5 6 7 8 9 10. 10 ചെയ്താൽ മതി. കാല് ചേഞ്ച് ചെയ്യുക, മറ്റേ കാല് ബാക്കിലേക്ക് വയ്ക്കുക, കൈ മുന്നിലേക്ക് വയ്ക്കുക. ഈസി ആയിട്ട് മൂവ് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത്. ബലമൊന്നും പിടിക്കില്ല, ചുമ്മാ മൂവ് ചെയ്താൽ മതി. കാല് റേസ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട്. വാ. 1 2 3 4 5 6 7 8 9 10. ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്, ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് സൈഡ് ബൈ സൈഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യാം. അപ്പർ ബോഡി കാല് കുറച്ച് വൈഡ് നിൽക്കുക. നമ്മളവിടെ അറ്റത്തിരിക്കുന്ന സാധനം എത്തിച്ച് പിടിക്കാൻ പോകണമല്ലോ, ഫുൾ ബോഡി തിരിച്ചു കൊടുക്കുക, ഈ കാലും തിരിച്ചു കൊടുക്കുക. അങ്ങനെ ദെൻ ഇപ്പുറത്തേക്ക് നീങ്ങുക, ഈ കാല് തിരിച്ചിട്ട് അങ്ങോട്ട് നോക്കി തൊടാൻ പോണ പോലെ. ഓക്കെ, 3 4, ഫുൾ ബോഡി തിരിച്ചു കൊടുക്കുക. 5 6 7 8 9 10 മതി. ഓക്കെ, റിലാക്സ്. അത് അപ്പർ ബോഡി സ്ട്രെച്ചിങ് ആയി. ലോവർ ബോഡി നമ്മൾ സിറ്റപ്പ് ചെയ്തു. വാമിപ്പിൻ്റെ ഒരു ഭാര്യപ്പെട്ട ഭാഗങ്ങളൊക്കെ ചെറുതായി നമ്മൾ കവർ ചെയ്തു. ആംസ് റൊട്ടേഷനിലൊക്കെ കുറേ വേരിയേഷൻസ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും വാമപ്പ് സെഷൻ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചെറിയ രീതിയിൽ ചെയ്തിട്ട് നമുക്ക് വർക്കൗട്ട് ഏത് രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യാം.